ഭരണകൂട ഭീകരത ഉണ്ടായാലും ഏത് തരത്തിലുള്ള മർദ്ദനങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചു കൊണ്ടല്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മറിച്ച് ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും ഒക്കെ ഉപയോഗപ്പെടുത്തി ഈ രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെയാണ് SDP പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും SDP-യുടെ രോമത്തിൽ തൊടാൻ സംഘപരിവാർ ഭരണകൂടത്തിന് കഴിയാത്തത്. കാരണം ഇന്ത്യയിൽ 800ഓളം വാർഡ് മെമ്പർമാർ SDP-ക്കുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ 100 വാർഡ് മെമ്പർമാരുള്ളൂ, 102 മെമ്പർമാരുള്ളൂ. ഇതൊരു ദേശീയ പാർട്ടി ആകാൻ പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇന്ത്യയിലെ വർഗീയവാദികളിൽപ്പെട്ട വർഗീയവാദിയായ മുഖ്യമന്ത്രി ഭരിക്കുന്ന UP-യിലെ SDP-ക്ക് 3 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് മഹാരാഷ്ട്രയിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, ഈ നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടുണ്ട്, കർണാടകയിലുണ്ട്. കർണാടകയിൽ മംഗലാപുരം ജില്ലയിൽ മാത്രം 125 വാർഡ് മെമ്പർമാർ SDP-ക്കുണ്ട്. ഒരു ജില്ലയിൽ മാത്രം. ഏതാ മംഗലാപുരം നമുക്കറിയാലോ. ഏത് നിമിഷവും സംഘപരിവാറിന്റെ ഭീഷണി പുറത്തേക്ക് വരാവുന്ന, മുസ്ലിങ്ങൾക്കെതിരെ നേരിട്ട് കലാപം നടത്താൻ സാധ്യതയുള്ള മംഗലാപുരത്തിന്റെ മണ്ണിൽ ആ ജനതയ്ക്ക് സുരക്ഷിതമായി കടന്നുറങ്ങാൻ SDP-യുടെ 102 വാർഡ് മെമ്പർമാരും 6 പഞ്ചായത്തുകളും അവിടെയുണ്ട് SDP. കാരണം ഞങ്ങളുടെ പ്രവർത്തന മേഖല അതാണ്. നമ്മുടെ നാട്ടിൽ ലീഗുകാരൊക്കെ നേരത്തെ തെറ്റിദ്ധരിച്ചിരുന്നു. അവർ കരുതിയത് അവർക്കെതിരെ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി SDP എന്നാണ്. പക്ഷെ മാറി തുടങ്ങിയിട്ടോ. ഞാനിപ്പോ ജയിലിൽ വന്നതിന് ശേഷം ധാരാളം ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വങ്ങളുമായിട്ടും മതസംഘടനാ നേതൃത്വങ്ങളുമായിട്ടൊക്കെ സംസാരിക്കാനും അവര് എന്നെ നേരിൽ വന്ന് കാണുകയും ഒക്കെ